ഇവിടുന്ന് രക്ഷ വരണമെങ്കിൽ ആകെ ഒരേ ഒരു വഴിയുള്ളൂ. അല്ല, വഴിയില്ല, ബോട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ചടക്കോ പിടുക്കോ ചടുക്കോ പിടുക്കോ ചടുക്കോ പിടുക്കോ എന്നും പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അടുത്തത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ മരമൊക്കെ നമ്മൾ വെട്ടിമുറിച്ച് പണ്ടാറടക്കി കഴിഞ്ഞു. ഇവനോട് വെട്ടണം എന്ന് പറഞ്ഞാലും വെട്ടി ഗീസ്. അതാണ് ഇവൻ്റെ കുഴപ്പം. ഓ മൈ ഗോഡ്, എന്നെ ഈ ദ്വീപിൽ ഒറ്റയ്ക്ക് ഇറക്കി വിട്ടിട്ട് പോയടാ മോനെ. ഞാനിനി എന്ത് ചെയ്യും ഗായ്സ്? അയ്യോ, ഈ ഒരു ദ്വീപിൽ ഞാൻ ഒറ്റയ്ക്കായി പോയേ. ഇവിടുന്ന് രക്ഷ വരണമെങ്കിൽ ആകെ ഒരേ ഒരു വഴിയുള്ളൂ. അല്ല, വഴിയില്ല, ബോട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ബോട്ടില്ല ഗൈസ് നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ആദ്യം ഒരു പുതിയ ഗെയിം നിൽക്കണം. ആദ്യം ഞാൻ എവിടെ പിടിച്ച് നിൽക്കി, എന്തോ പറ്റിപ്പോയി. ഇവിടെ നമ്മളോട് ആദ്യം തന്നെ തടി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. വൂഡ് എടുക്കണം ഗൈസ്. അതിന് വേണ്ടി നമ്മുടെ ആകെ ഉള്ളത് ഈ കുഞ്ഞിക്കത്തിയാണ് ഗൈസ്. ഈ കുഞ്ഞിക്കത്തി വെച്ച് ചടക്കോ പിടുക്കോ ചടുക്കോ പിടുക്കോ ചടുക്കോ പിടുക്കോ എന്നും പറഞ്ഞിട്ട് അടിച്ചത്. ഞാൻ എപ്പോൾ 25 മരം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാ. 25 തടി കഷ്ണം നമുക്ക് ആവശ്യമുണ്ട്. വെട്ടറാ പോലെ കത്തി പിടിക്കുക. ഇനി ഈ മരം വെട്ടിക്കോ. 1 2 3 4. ഇതേ ഫൈബറൊക്കെ വരുന്നു. വെട്ടി പൊളിക്കടാ, അത് മൊത്തം വെട്ടി പൊളിക്ക് നീന്ന് അവിടെ കൊമ്മാലേ. ഓക്കെ ഓക്കെ ഓക്കെ, മതി മതി. നമുക്ക് ആവശ്യത്തിനുള്ള തടിയായിട്ടുണ്ട്. നമുക്ക് കുറച്ച് പരിപാടി ചെയ്യേണ്ടത്. ഡേ 1 നമുക്ക് കുറേ പരിപാടി ചെയ്യേണ്ടത്. ഇനി നമ്മളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് കല്ല് പറക്കാനാണ് പറഞ്ഞത്. 15 കല്ല് നമുക്ക് പറക്കണം. ഇനിയിപ്പോൾ 15 കല്ല് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇവിടെ ഇഷ്ടം പോലുള്ള കല്ലുണ്ട്. അവിടെ നിന്ന് ഏതെങ്കിലും ഓർമ്മ എടുത്താൽ മതി. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്യാട്ടോ. ഈ കത്തി വെച്ച് വേണം ഞാൻ ഈ കല്ല് വെട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ മോനെ. ഓക്കെ, കല്ല് പോരുന്നുണ്ട്. കല്ല് ഇങ്ങോട്ട് ഇളകി പോരുന്നുണ്ട്. എന്ത് ചെയ്യും ഞാനിനി? കൊമ്മാളെ മതി വെട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് ലാഗായി പോകുന്നത് ഗൈസ്. മതിയാണോ അവനെ വെട്ടിയത്? പണിയെടുക്കാൻ ഇച്ചിരി ആത്മാർത്ഥത കൂടുതലാന്ന് തോന്നുന്നു അവന്. ഓക്കെ, അതും നമ്മൾ ചെയ്തു. ഇനി നമ്മളോട് സ്റ്റോൺ ഹാച്ചറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഇത് ഞാൻ ഉണ്ടാക്കാൻ ഇവിടെ പോകും. ബാക്ക് പാക്കിൽ ചെന്ന് നോക്കിയാലോ? ഓക്കെ ഓക്കെ, അവിടെ ഒന്നും ചെയ്യാനില്ല മോനെ. ഇത് എന്താ ഇങ്ങനെ ബാക്കിലോട്ട് വാടാ. ഇറങ്ങി വാടാ ബാക്കിലോട്ട്. നമുക്കിനി മറ്റേ സാധനം വെച്ച് സ്റ്റോൺ ഹാച്ചറ്റ് ഇവിടെ വെച്ചുണ്ടാക്കാം. സ്റ്റാർട്ട് ക്രാഫ്റ്റ് കൊടുത്ത് നോക്കിയാലോ? അതെ അതാണ് തോന്നുന്നു. 19 18 17 അങ്ങനെ സെക്കൻഡ് ഉണ്ട്. നമുക്ക് 20 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടുമെന്നാണ് ഇവന്മാർ പറയുന്നത്. അപ്പോൾ 20 സെക്കൻഡ്. ഓക്കെ, നമ്മൾ പുതിയ സ്റ്റോൺ ഹാച്ചറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് വെച്ച് നമുക്കിനി അടുത്ത തടി വെട്ടണം. അടുത്തത് നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അടുത്തത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വെട്ടി നോക്കി നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പവർ ഉണ്ടോയെന്ന് അറിയില്ല. ഇനി നമ്മളോട് പിക്കാറ്റ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അതിന് നമുക്ക് ആദ്യം 15 വൂഡ് വേണം. 15 വൂഡ് എൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കണം 15 എണ്ണം ഉണ്ടോയെന്ന്. ഇതൊക്കെ ചെല്ലണം. വൂഡ് എവിടാ? നമ്മുടെ കയ്യിൽ വൂഡില്ല ഗൈസ്. നമ്മുടെ കയ്യിൽ ഒരു വൂഡ് പോലും ഇല്ല. പക്ഷേ ഒരു വൂടുണ്ട്. ബാക്കി 24 വൂഡ് നമുക്ക് വെട്ടണം. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കി നമ്മുടെ ആയുധം എടുക്കണം. പോലെ സോളമിൽ എത്തിയടാ മക്കളെ. നിന്നെ വെട്ടി പൊളിക്കുന്നു ഞാൻ. നമുക്ക് ഈ വലിയ തടി തന്നെ അങ്ങ് വെട്ടാം. 1 അല്ല 2 4. ഇതിൽ നമുക്ക് 2 എണ്ണം വെച്ച് വീട് കിട്ടും ഗൈസ്. മറ്റേ കത്തി വെച്ച് നമ്മൾ ചിരണ്ടിക്കൊണ്ടിരുന്നപ്പോൾ 1 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് 4 എണ്ണമൊക്കെ വെച്ച് കിട്ടുന്നുണ്ട്. അല്ല, 2 വെട്ടിൽ 4 എണ്ണം, 1 വെട്ടിൽ 2 എണ്ണം വെച്ച് കിട്ടുന്നുണ്ട്. ഈ വീട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഈ മരമൊക്കെ നമ്മൾ വെട്ടിമുറിച്ച് പണ്ടാറടക്കി കഴിഞ്ഞു. മരം കഴിഞ്ഞു. നീ വെട്ടല്ലടാ. ഇവനോട് വെട്ടണം എന്ന് പറഞ്ഞാലും വെട്ടും ഗീസ്. അതാണ് ഇവൻ്റെ കുഴപ്പം. ഇവനെന്താണ് ഇങ്ങനെ ലാഗായിപ്പോൾ അനങ്ങുന്നില്ല. അയ്യോ, നമുക്ക് അടുത്ത തടി വെട്ടാൻ പോണം. ഇങ്ങനെ നമുക്ക് വൂഡ് കളക്ട് ചെയ്യാമല്ലേ? ചേടാ, പെറുക്കിയെടുത്താൽ മതിയായിരുന്നു. ഇനിയും വേണം ഗൈസ്. നമുക്കൊരു 7 എണ്ണം കൂടെ നമുക്ക് ഇനിയും വേണം വൂഡ്. അപ്പോൾ 7 എണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് ആയുധം എടുത്തു. ഈ മരം വെട്ടിയാലോ? വൂഡ് 3 എണ്ണം വെച്ച് കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഓരോ തടി അനുസരിച്ചാണോ നമ്മുടെ വൂഡ് കിട്ടുന്നത്? മറ്റേൻ്റെ അകത്ത് 2 എണ്ണം കിട്ടിയായിരുന്നു. ഇപ്പോൾ ഇത് വെച്ചിട്ട് 3 എണ്ണം. മറ്റേ കത്തി വെച്ച് ചിരണ്ടി കൊണ്ടിരുന്നപ്പോൾ എനിക്ക് 1 എണ്ണം കിട്ടുള്ളൂ. ഇപ്പോൾ 3 എണ്ണം 4 എണ്ണം ഒക്കെ കിട്ടുന്നുണ്ട്. എന്താണോ അപ്പോൾ സംഭവിച്ചത് മോന്? ഇവിടെ വന്ന് പെട്ടും പോയിപ്പോൾ ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ പൊന്നു മച്ചാൻ, ഇവിടെ ഭയങ്കര ചൂടടേ. ഇവിടെ ഭയങ്കര ചൂട്. ഇവിടെ ഞാൻ ഐലൻഡിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവിടെ പക്ഷിമൃഗാദികളെ ഒന്നും ഞാൻ കാണുന്നില്ല. വന്യമൃഗങ്ങളെ ഞാൻ കാണുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവന്മാരെ ഞാൻ അടിച്ച് ബുൾസയാക്കും ചെയ്യുന്നത്. സ്റ്റോൺ പിക്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റോൺ പിക്കറ്റ്സ് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫൈനലി നമ്മുടെ സ്റ്റോൺ പിക്കാറ്റ്സ് വന്നിട്ടുണ്ട്. സ്റ്റോൺ പിക്കാറ്റ്സ് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് നമ്മൾ ചെയ്തു. അടുത്തതായിട്ട് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നോക്കാൻ മറന്നുപോയി. അത് നമുക്ക് നോക്കാം. നമ്മുടെ പിക്കറ്റ്സ് നോക്ക്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇനി ക്യാമ്പ് ഫയർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അതിന് നമുക്ക് ഫൈബറോ വേണം. ഫൈബർ നമ്മൾ മറ്റേ മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഫൈബർ വന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫൈബർ അല്ല, നമുക്ക് ക്യാമ്പ് ഫയറിനൊക്കെ ഫൈബർ അല്ല വേണ്ടത്. നമുക്ക് മരവും കല്ലുമാണ് വേണ്ടത്. അപ്പോൾ മരം നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ കല്ലാണ് വെട്ടാൻ പറഞ്ഞത്. നമ്മൾ ഈ സ്റ്റോൺ പിക്കാച്ച് ഇതിൻ്റെ വരാതെ ഓക്കെ 2 സ്റ്റോൺ വെച്ച് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മുടെ പുതിയ ഇടാം മതി. ലെവൽ 3 ഒക്കെ നമുക്ക് നോക്കാം മോനെ. ഞാൻ അതിവിടെ പണി ചെയ്തൊന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നീ എന്ത് ഇങ്ങനെ വെട്ടിക്കോ വെട്ടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ വന്ന് പെട്ടും പോയി. ഞാനിവിടെ വന്ന എങ്ങനെയാന്നുള്ള കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്ന് പെട്ടുപോയി. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതിന് വേണ്ടിയിട്ടായിട്ട് നമുക്ക് കുറച്ച് പരിപാടി ചെയ്ത് തീർക്കാണ്ട്. ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം, എങ്കിലാണ് നമുക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ല ഇവിടെ രക്ഷപ്പെടാനുള്ള വഴിയില്ല ഗീസ്. നമ്മളിനി മരണം വരെ ഇവിടെ താമസിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ക്യാമ്പ് ഫയർ എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കൊണ്ട് വയ്ക്കും. നമുക്ക് നല്ലൊരു സ്ഥലത്ത് കൊണ്ട് വെക്കണം. ഇപ്പം തന്നെ രാത്രി ആവില്ലേ, ഇപ്പം 5 മണി ആവാറായിട്ടുണ്ട്. 4:54 ആയിട്ടുണ്ട് സമയം. 5 മണി ആവാറായിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടെ ഇരുട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് പോയി ഈ ക്യാമ്പ് ഫയർ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കയറ്റി വെക്കണം. എന്നിട്ട് വേണം നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഓ മൈ ഗോഡ് ഡോഗെന്നല്ല ഗോഡെന്നല്ലടാ. ഇത് തേങ്ങയുടെ ഈ പറയണേ. ഓക്കെ, അവിടെ നിന്ന് നേരെ ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ വെക്കാം. ഇവിടെ മതി. ഇവിടെ ആകുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ട് മോനെ. ഓക്കെ, നമ്മുടെ ക്യാമ്പ് ഫയർ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മുടെ ഡേ 1 ആയതുകൊണ്ട് തന്നെ ഇത്രയും ചെയ്താൽ മതി. ഇന്ന് നമ്മൾ ഈ മൂലയ്ക്ക് എവിടെയെങ്കിലും പോയി കിടക്കും. ഡേ 2 പരിപാടികളാണ് ഇതൊക്കെ. നമുക്ക് നാളെ ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ.